കാലം അഥവാ സമയം ശിവന്റെ പ്രഭയാണ്. കാലം അഥവാ സമയം കാലാത്മം എന്നും അറിയപ്പെടുന്നു. സമയം തടസ്സപ്പെടാതെ സുഗമമായി ഒഴുകുന്നു. സമയം ശിവന്റെ നിയന്ത്രണത്തിലാണ്. ശിവഘടകം അതായത് ശിവതത്വം സമയത്തിൽ അടങ്ങിയിരിക്കുന്നതിനാൽ അതിൻ്റെ ആക്കം ശിവനല്ലാതെ മറ്റൊരു ശക്തിക്കും നിയന്ത്രിക്കാൻ കഴിയില്ല. കാലത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്ന ഒരാൾക്ക് ശിവന്റെ ദർശനം ലഭിക്കും. സമയം അളക്കുന്നതിനുള്ള ഏറ്റവും വലിയ മാനം നിമേഷ് അഥവാ നിമിഷമാണ്. ഒരാളുടെ കൺപോള താഴ്ത്താൻ എടുക്കുന്ന സമയത്തെ ഒരു നിമിഷം എന്ന് വിളിക്കുന്നു. 15 നിമിഷങ്ങൾ ചേരുമ്പോൾ ഒരു കാലവും 30 കാലങ്ങൾ ചേരുമ്പോൾ ഒരു മുഹൂർത്തവുമാകുന്നു. ഒരു രാത്രിയും ഒരു പകലും 30 മുഹൂർത്തങ്ങൾ ചേർന്നതാണ്. ഒരു മാസത്തിൽ 30 ദിവസങ്ങളാണുള്ളത്. ഈ മാസത്തെ 2 പക്ഷങ്ങളായി അതായത് 14 ദിവസങ്ങളായി തിരിച്ചിരിക്കുന്നു. ഈ 2 ആഴ്ചകളിലെ ആദ്യത്തെ 2 ആഴ്ച കൃഷ്ണപക്ഷം അതായത് ഇരുണ്ട ചന്ദ്രഘട്ടം എന്നും രണ്ടാമത്തെ 2 ആഴ്ച ശുക്ലപക്ഷം അതായത് പ്രകാശമാനമായ ചന്ദ്രഘട്ടം എന്നും അറിയപ്പെടുന്നു. പിതൃലോകത്തിലെ ഒരു ദിവസം എന്നത് 2 ആഴ്ചയടങ്ങുന്ന ഒരു പകലും അതേ എണ്ണം ദിവസങ്ങളിൽ ഉണ്ടാകുന്ന ഒരു രാത്രിയും ചേർന്നതാണ്. കൃഷ്ണപക്ഷം പിതൃലോകത്തിന്റെ ഒരു രാത്രിയും ശുക്ലപക്ഷം ഒരു പകലുമാണ്. ഒരു അയനത്തിൽ 6 മാസങ്ങൾ ഉൾക്കൊള്ളുന്നു. അങ്ങനെ ഒരു വർഷത്തിൽ 2 അയനങ്ങൾ അടങ്ങുന്നു. ഭൂമിയിലെ ഒരു വർഷം ദേവന്മാരുടെ ഒരു പകലും ഒരു രാത്രിയും പോലെയാണ്. സൂര്യൻ ഭൂമിയുടെ ദക്ഷിണാർദ്ധ ഗോളത്തിൽ വരുന്ന 6 മാസം യഥാർത്ഥത്തിൽ ദേവന്മാർ രാത്രി അനുഭവിക്കുന്ന സമയമാണ്. നേരെ മറിച്ച് സൂര്യൻ ഉത്തരാർദ്ധ ഗോളത്തിൽ വരുന്ന 6 മാസം ദേവന്മാരുടെ പകൽ സമയമാണ്. ദേവന്മാരുടെ ഒരു വർഷം ഈ ലോകത്തിലെ 360 വർഷങ്ങൾക്ക് തുല്യമാണ്. ദേവതകളുടെ വർഷങ്ങളുടെ അടിസ്ഥാനത്തിലാണ് യുഗങ്ങൾ കണക്കാക്കുന്നത്. പണ്ഡിതരുടെ അഭിപ്രായത്തിൽ സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്നീ 4 യുഗങ്ങളുണ്ട്. ഒരു സത്യയുഗം ദേവന്മാരുടെ 4000 വർഷത്തിന് തുല്യമാണ്. ഒരു ത്രേതായുഗം ദേവന്മാരുടെ 3000 വർഷങ്ങൾക്ക് തുല്യമാണ്. അതുപോലെ ഒരു ദ്വാപരയുഗം ദേവന്മാരുടെ 2000 വർഷങ്ങൾക്ക് തുല്യമാണ്. ഒരു കലിയുഗം 1000 വർഷത്തിന് തുല്യമാണ്. ഈ വിധത്തിൽ 4 യുഗങ്ങളും ഒരുമിച്ച് ദേവന്മാരുടെ 12000 വർഷങ്ങൾക്ക് തുല്യമാണ്. ഇങ്ങനെ വരുന്ന 4 യുഗങ്ങളെ ഒരു ചതുർയുഗം എന്ന് പ്രതിപാദിക്കുന്നു. 1000 ചതുർയുഗങ്ങൾ ചേർന്നതാണ് ഒരു കൽപ്പം. 14 ചതുർയുഗങ്ങൾ അടങ്ങിയതാണ് ഒരു മന്വന്തരം. ഒരു കൽപ്പത്തെ ഒന്നിനു പുറകെ ഒന്നായി 14 മനുമാർ ആളുന്നു. ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം ഒരു ദിവ്യകൽപ്പത്തിന് തുല്യമാണ്. ബ്രഹ്മാവിൻ്റെ ഒരു വർഷം 1000 കൽപ്പങ്ങൾക്ക് തുല്യമാണ്. ഇത്തരത്തിലുള്ള 8000 വർഷങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ബ്രഹ്മാവിൻ്റെ ഒരു യുഗം. ഒരു സവനം എന്നത് ബ്രഹ്മാവിൻ്റെ 1000 യുഗങ്ങൾ ചേർന്നതാണ്. അത്തരം 3000 സവനങ്ങൾക്ക് ശേഷമാണ് ബ്രഹ്മാവിൻ്റെ ആയുസ് പൂർത്തിയാകുന്നത്. ബ്രഹ്മാവിൻ്റെ മുഴുവൻ ആയുഷ്കാലത്തിൽ 5,40,000 ഇന്ദ്രന്മാർ ഒന്നിനു പുറകെ ഒന്നായി ഇന്ദ്രപദം അലങ്കരിക്കുന്നു. വിഷ്ണു ഭഗവാന്റെ ഒരു ദിവസം എന്നത് ബ്രഹ്മാവിൻ്റെ മുഴുവൻ ആയുസ്സിനും തുല്യമാണ്. വിഷ്ണുവിൻ്റെ മുഴുവൻ ആയുസ്സും രുദ്രന്റെ ഒരു ദിവസത്തിന് തുല്യമാണ്. രുദ്രന്റെ മുഴുവൻ ആയുസ് ശിവന്റെ ഒരു ദിവസത്തിന് തുല്യമാണ്. ഭഗവാൻ ശിവന്റെ മുഴുവൻ ആയുസിന്റെ കാലഘട്ടത്തിൽ 5,04,000 രുദ്രന്മാർ വന്നു പോകുന്നു. ശിവന്റെ ദിവസം സൃഷ്ടിയോടെ ആരംഭിക്കുന്നു. രാത്രി അവസാനിക്കുന്നതിന് മുൻപ് മുഴുവൻ സൃഷ്ടിയും ഇല്ലാതാകുന്നു. സദാശിവൻ ശാശ്വതനാണ്. പ്രിയരെ, വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ.